നമ്മുടെ മുടിയൻ നാട്ടിൽ പോയി. ഇന്ന് അച്ചുവാണ് വണ്ടിയിലുള്ളത്. അപ്പൊ നമ്മളിതാ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. രാവിലെ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയാണ് അധികം കാണാറ്. ഇന്നും അതേപോലെ തന്നെ ആ കാഴ്ചയുണ്ട്. സൈഡിലായിട്ട് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. നമ്മൾ സൈറ്റിലെത്തി കേട്ടോ. ഇപ്പം രാവിലത്തെ ഹൊസങ്കടി ടൗണിൻ്റെ ഒരു വ്യൂ ആണിത്. നമ്മൾ ഇന്നലെ ലെവലാക്കിയിട്ട ഏരിയ ആണ് കേട്ടോ ഇത്. മൊത്തം അവിടെ വരെ ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങണം. ഇവിടെയൊക്കെ കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അവിടെ വരെ കഴിഞ്ഞു. ദൂരമായിട്ട് നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് അതുവഴി കടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം എന്തോ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ ടീം വന്ന് നോക്കണം. കാര്യമായിട്ട് എന്തോ ലീക്കൊക്കെ ഉണ്ട്. നമ്മള് വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട്. നമ്മളെ യാർഡിലാണ് നമ്മൾ വണ്ടി വെച്ചത്. ഇന്നലെ കുറേ ലെവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ലെവൽ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ തന്നെയാണ് ലെവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വണ്ടി വെച്ച് നമ്മളെ യാർഡിലാണ് കേട്ടോ. നമ്മളെ മോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. വണ്ടി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലോട്ട് പോകണം. നമ്മളെ റോഡതാ ഇങ്ങനെ നീണ്ടു പറഞ്ഞ് കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ മോൾഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇവിടെ താറിൻ്റെ കുറേ പീസ് ഇങ്ങനെ കട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ ദൂരേറ്റ് പണിക്കാർ താറിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. മൊത്തം ഇതിങ്ങനെ താറിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇത്രത്തോളം കട്ട് ചെയ്ത് ഒഴിവാക്കി വരുന്നുണ്ട്. അതുപോലെ ഇതാ ദൂരമായിട്ട് നമ്മുടെ അച്ചു JCB കൊണ്ട് അവിടുന്ന് മണ്ണൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതാ നല്ല മനോഹരമായ പൂക്കളുണ്ട് കേട്ടോ. നമ്മളിതാ കച്ചറൊക്കെ വാരി ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം വേസ്റ്റാണ്, മുട്ടായി കടലാസ് അങ്ങനത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഇതാ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം ക്ലിയർ ആക്കിയിട്ട് വേണം ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ വർക്കേഴ്സ് എല്ലാം അതിൻ്റെ പരിപാടിയിലാണ്. മൊത്തം മുട്ടായി കടലാസ് അങ്ങനത്തെ വേസ്റ്റൊക്കെ മൊത്തം കവരി നമ്മുടെ ബക്കലിലോട്ട് ഇടുകയാണ്. നമ്മളിത് കുറേ സ്ഥലത്ത് ദൂരെ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യണം വേസ്റ്റ്. ഇത്രത്തോളം ഏരിയ നമ്മളിതാ ക്ലിയറാക്കി വിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് വന്നടിയുന്നുണ്ട്. ഇത് നമ്മുടെ ബക്കറ്റ് ഇതൊക്കെ ഇവിടെ നിന്ന് പെറുക്കിയിട്ട വേസ്റ്റാണ്. ഇത്രത്തോളം വേസ്റ്റ് ചെറിയ ഏരിയ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ വർക്കിലൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലിയറാക്കി പോവാണ്. അതുമാത്രമല്ല അവിടെയൊക്കെ വണ്ടി വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആളുകളുടെ എല്ലാം വിചാരം ഇതൊരു പാർക്കിംഗ് ഏരിയ ആണെന്നാണ്. പക്ഷേ എങ്കിൽ ഇത് നമ്മുടെ സർവീസ് റോഡാണ് കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടത്തും ഇവരിങ്ങനെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണി വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ദയവേത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ആളുകൾ വണ്ടി വെച്ചിട്ട് പോകാതിരിക്കുക. കാരണം ഞങ്ങളുടെ വർക്ക് ഞങ്ങൾക്ക് തടസ്സപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള വണ്ടി ഏരിയകളിലൊക്കെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയ അല്ല കേട്ടോ, ഇത് സർവീസ് റോഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതാ ഒരുപാട് വേസ്റ്റ് നമ്മളിതാ ക്ലിയറാക്കി പോവാണ്. നമ്മുടെ പുതിയ റോഡിൽ കൂടി ഇതാ വണ്ടിയൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല പോക്കേന കേട്ടോ ഓരോ വണ്ടി. രണ്ട് റോഡിൻ്റെയും കളർ നോക്കിയേ. ഒന്ന് നല്ല കറുപ്പ് കളറും ഒന്ന് കുറച്ച് വൈറ്റ് കളർന്ന കളറും.
ഇത് പുതിയ റോഡായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് കളർ. ഇനിയിപ്പോൾ പൊടിയൊക്കെ പാറി അതേപോലെയാവും, അതിനോട് സെറ്റാവുകയും ചെയ്യും. നമ്മുടെ കോൺക്രീറ്റ് വണ്ടിയൊക്കെ ഇതാ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തലപ്പാടി ഭാഗത്ത് എവിടെയോ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അച്ചു പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുപ്പത് സ്ലേബും ഒരുക്കി പിടിച്ചിട്ട് അപ്പുറം കൊണ്ടുപോയി ഇടേണ്ട പരിപാടിയാണ്. ഇവിടെ ഇപ്പോൾ ബൗണ്ടറി വാളിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കുഴിയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ലോഡ് ചെയ്ത് നമ്മൾ ടിപ്പറിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്ലേബ് എടുത്ത് നമ്മൾ അച്ചു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്ത സ്ലേബ് ഇതാ ഇവിടെ കൊണ്ടുപോയി ഇട്ട് കേട്ടോ. നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചതാണ്. ഇവിടേക്ക് ഇതാ ബൗണ്ടറി വാളിൻ്റെ കട്ടിങ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വർക്കർ ഇതാ ഈ ഡ്രെയിനേജിൻ്റെ ഹോളൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കംപ്രസർ വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തം പൊടിയൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതാ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ വണ്ടി വന്ന് പാർക്ക് ചെയ്യേണ്ട ഏരിയ അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. ഇവിടെയൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ വർക്കിങ്ങിനൊക്കെയാണ് ഡിലേ ആവുന്നത്. സുഹൃത്തുക്കളെ, നല്ല പൊരിയുന്ന വെയിലാണ് കേട്ടോ. നമ്മുടെ വർക്കേഴ്സ് മുന്നിലായിട്ട് പൊരി വെയിലത്ത് നിന്നുകൊണ്ട് മുട്ടായി കടലാസ് പോലുള്ള അങ്ങനെ കുറേ വെയിറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ കല്ലിൽ, ഈ മെറ്റലിൽ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അതൊന്ന് ലെവൽ ചെയ്ത് പോകണം. അപ്പോൾ ഫ്രണ്ടിലായിട്ടൊരു കാറും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാരെങ്കിലും ഒന്ന് മാറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലുള്ള പരിപാടിയും കൂടി നടക്കും. അപ്പോൾ ഇതാണ് ഹൊസങ്കടി ടൗണ്. നല്ല കത്തി ജ്വലിക്കുന്ന വെയിലാണ് കേട്ടോ. നമ്മുടെ സൂര്യൻ ഇവിടെ ഉണ്ട്. സൂര്യനെ കാണിക്കാൻ പറ്റില്ല, മുകളിലോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല, അമാതിരി വെയിലാണ്. ഇതേ നമ്മുടെ പൊടിയെടുക്കുന്ന ബൂമറെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ പൊടി വലിക്കണം, എമശനടിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഇത് നമ്മുടെ ഹൊസങ്കടി സൈഡിലരുതാ മൊത്തം ട്രാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ്. അപ്പം അതിൻ്റെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കോൺക്രീറ്റ് വരണം. ട്രെയിനിലൊക്കെ തൂക്കി താഴെ ഇറക്കിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തിരിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മളെ ബൂമർ വന്നിട്ടുണ്ട് കേട്ടോ, പൊടി വലിച്ചെടുക്കുന്ന മെഷീൻ. അപ്പോൾ നമ്മൾ ബൂമർ ഇതാ പൊടി അടിക്കേണ്ട പരിപാടിയിലാണ്. മൊത്തം നെത്തൊക്കെ താത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പൊടിയടിച്ച് തുടങ്ങും. നമ്മൾ ഇന്നലെ ചെയ്ത സ്ഥലമാണ്. ഇനിയിപ്പോൾ പൊടിയടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ക്ലീനായിട്ട് അങ്ങ് പോയിക്കൊള്ളും. മൊത്തം പൊടിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതാ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സൈഡിലായിട്ട് കോൺക്രീറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരികയാണ്. ഇപ്പം മിക്സും വണ്ടിയൊക്കെ പോയി. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത് മിക്സും വണ്ടി വരണം. അതുപോലെ ദൂരെയായിട്ട് നമ്മുടെ എമഷൻ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. പൊടി വലിച്ചതിന് ശേഷം മൊത്തത്തിൽ എമഷൻ അടിച്ച് സെറ്റാക്കണം. അപ്പം നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബൂമർ ഇതാ പൊടി അടിച്ചിട്ട് അടുത്ത സൈഡിലോട്ട് മാറ്റി വെക്കാൻ പോവാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്ഥലം അടിക്കണം. ഇതിങ്ങനെ ഓരോ ട്രാക്കായിട്ട് അടിച്ചു തരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അത് അവിടെ തീയ പൊടിയൊക്കെ വലിക്കണം. അപ്പോൾ നമ്മുടെ എമഷൻ വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഇതാ സൂപ്പർവൈസർ ഇതാ ആ തൊപ്പിട്ട ആളാണ് കേട്ടോ, മോഹനേട്ടൻ.
വെയിൽ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിലെ വെയിലാണ്. മൊത്തം ആളുകൾക്കൊന്നും തിരക്കുകൾക്കൊന്നും ഒരു കുറവുമില്ല. എല്ലായിടത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ താഴെ സ്പ്രേ ചെയ്ത ഭാഗങ്ങൾ, ബാക്കി താഴെ വീണ കോൺക്രീറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ JCBയുടെ ബക്കറ്റിലോട്ട് കോരി ഇട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സൈഡിലായിട്ട് ഇങ്ങനെ തെറിക്കും കേട്ടോ, ഈ കോൺക്രീറ്റിൻ്റെ ഈ ചെറിയ ചെറിയ പൊടി പോലത്തെ സാധനം. അപ്പോൾ അതിങ്ങനെ ഒഴിവാക്കണം. അപ്പോൾ നമ്മുടെ ക്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മിക്സും വണ്ടി വരണം, അതിനുള്ള വെയിറ്റിങ്ങിലാണ്. ഹൊസങ്കടി ഇപ്പം നല്ല കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ പണി തുടങ്ങി. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എമഷൻ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ മൊത്തം എമഷൻ അടിച്ച് സെറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത താറിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ എമഷൻ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എമഷൻ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എമഷൻ അടിച്ച് പോകണം മൊത്തത്തിൽ. വെയിലി എന്ന് പറഞ്ഞാൽ അന്യായ വെയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലത്തിൻ്റെ മുകളിലായിട്ട് ഇതാ ബസ്സിനൊരു കുറവില്ല. ബസ് എപ്പം ബസ് തന്നെയാണ്. ഇവിടെ ബസ്, എന്താ ഇവിടെ ബസ്, അതിൻ്റെ ബേക്കിലായിട്ട് ബസ്, മൊത്തം ബസ് തന്നെയാണ്. ഗൈസ് ഇപ്പോൾ റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ റോളർ അടിച്ച് റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ എമഷനൊക്കെ അടിച്ച് റെഡിയാക്കാൻ. മൊത്തത്തിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എമസോൺ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മൊത്തത്തിൽ എമസോൺ അടിച്ച് പോകണം. ഇവിടെ നോക്കുന്നുണ്ട്. എമസോൺ സ്പ്രേ ചെയ്ത് തുടങ്ങി. മൊത്തം സ്പ്രേ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം എമസോൺ അടിച്ച് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കല്ലുകളൊക്കെ ഇളകാതെ അങ്ങ് നിന്നുള്ളൂ. ഈ എമസൻ്റെ പശ കൊണ്ട് കുട്ടികളെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എമസൻ അടിച്ച് ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലായിട്ട് ദൂരെയായിട്ട് ഇതാ റോളറൊക്കെ അടിച്ച് റെഡിയാക്കുന്നുണ്ട്. ദൂരെയായിട്ട് ആ റോളർ അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ മൊത്തം കറപ്പിച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് താറ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ ഇതാ വീണ്ടും നല്ല തിരക്കൊക്കെ ആയി, ഓട്ടോ ഒക്കെ കൂടി. നമ്മുടെ എമഷൻ വണ്ടി ഇതാ അടിച്ചടിച്ച് അങ്ങ് ദൂരെ എത്തി കേട്ടോ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇതിൻ്റെ മെയിൻ റോഡിലായിട്ട് ഇതാ നമ്മുടെ വർക്കേഴ്സ് ഇതാ ഈ കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത ബാക്കി സാധനങ്ങളൊക്കെ ഇതാ JCBയുടെ ബക്കറ്റിലോട്ട് കോരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിക്സും വണ്ടിയൊന്നും ഇനി വരണം, എന്നാലേ ഇനി അടുത്ത വരിക്ക് ഈ സൈഡിലുള്ള പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എമസോൺ വണ്ടി ഇത് അങ്ങ് എത്തി അടിച്ചടിച്ച്. ഇനിയിപ്പോൾ ഇതാ ഈ ഏരിയയിലൊക്കെ അടിക്കണം. ഇതൊക്കെ അടിക്കാനുള്ള ഏരിയ ആണ്. നമ്മുടെ വണ്ടി ഇതാ ആ വെയിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഹൊസങ്കടി പാലത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമ്മുടെ എമസോൺ വണ്ടി ഇതാ അങ്ങ് വരെ പോയി അവിടെ വരെ എമസോൺ അടിച്ച് രണ്ടാമത് ഈ അടിക്കാനുള്ള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് എത്താനായി കേട്ടോ. ഇനിയിപ്പോൾ നോക്കിക്കോ, നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് നോക്കിക്കോളൂ. സ്പ്രേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് നല്ല കറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ എന്തിനാണ് എമസൻ അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കല്ലുകൾക്കിടയിലുള്ള ഈ കല്ലുകൾ മൊത്തത്തിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. മൊത്തത്തിൽ ലോക്കാക്കി പിടിച്ചു നിർത്തും ഈ എമസൻ. ഒരു പാട പോലെ നമ്മുടെ ഈ മെറ്റീരിയൽസിൻ്റെ മൊത്തം അതങ്ങ് ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പോൾ ആദ്യഘട്ടം SS എമഷനാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ താറ് ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പ് എമഷനും കൂടി RS എന്ന് പറഞ്ഞൊരു എമഷനും കൂടി പിന്നെ അടിച്ചതിന് ശേഷമാണ് താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുള്ളൂ.
താറ് ചെയ്യുന്നതിൻ്റെ മുമ്പിട്ടായിട്ട് അടിക്കുന്നതാണ്. ഇത് അതിനു മുമ്പിട്ട് കല്ലുകളെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ അടിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് താറ് ചെയ്ത പോലെ ആയിട്ടുണ്ട്, കറുത്ത കളറൊക്കെ ആയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ താറിങ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ തീരുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഒസങ്കടി ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്തുകൊണ്ട് നമ്മുടെ വശം വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഇത്രത്തോളം അടിച്ചു, മൊത്തം അടിച്ച് ക്ലിയർ ആക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചെറിയ ഗ്യാപ്പിൽ ബോഡി ഫില്ലായി കഴിഞ്ഞാൽ മൊത്തമൊക്കെ അടിച്ച് ഫില്ലായി കഴിഞ്ഞു. ഇതാ വീണ്ടും സ്പ്രേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്പ്രേ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫുള്ള് ക്ലിയറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വർക്കേഴ്സെല്ലാം ഇവിടെ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ മണ്ണൊക്കെ വലിച്ച് ഫില്ലാക്കിയ സ്ഥലം എന്താ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗ്രേഡർ വലിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ സർവീസ് റോഡിൻ്റെ പണി പെട്ടെന്ന് തന്നെ തീർക്കണം. കാരണം മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം കോളായിപ്പോവും. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഈ ഏരിയയിൽ, ഒസങ്കടി ഏരിയയിൽ നമ്മൾ വർക്കൊന്നുകൂടി സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേഡർ മൊത്തം വലിച്ച് ഇതാ ഇത്രത്തോളം റോളറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള ഏരിയ ഇപ്പോൾ നമ്മുടെ ഗ്രേഡർ വലിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഏരിയയിൽ മൊത്തം നമ്മളിനി അടുത്ത GSP ഒക്കെ ഇട്ട് സെറ്റാക്കി സർവീസ് റോഡിൻ്റെ പണി പെട്ടെന്ന് തന്നെ തീർക്കണം.